ആടിനെ തിരക്കി നഷ്ടപ്പെട്ടപ്പോൾ ഇടയൻ എന്ത് ചെയ്തു? തിരക്കിപ്പോയി. ആണോ? ആട് എവിടെയെന്നും തിരക്കി പോയി. ആടുകളെ തിരക്കി പോകണം. തീർച്ചയായിട്ടും ആടാണെ തിരക്കി പോകണം. ദ്രഹ്മ പോയപ്പോഴും സ്ത്രീ എന്ത് ചെയ്തു? വിളക്ക് കത്തിച്ച് ചൂലെടുത്ത് അടിച്ചു വാരി തിരക്കിപ്പോയി. എവിടെന്ന്? പക്ഷെ മകൻ പോയപ്പോൾ അപ്പം പോയില്ല. ചിലർ ചിന്തിക്കത്തില്ലേ, പാസ്റ്റർ ഞങ്ങളെ തിരക്കി ഒന്നും വരാറേ ഇല്ല. പറഞ്ഞാട്ടെ, ഞങ്ങളൊന്ന് അന്വേഷിച്ച് നിങ്ങൾ മക്കളായതുകൊണ്ടാണെന്ന്. നീ ആടോ ദ്രഹ്മയായിരുന്നെങ്കിൽ പണവും ഒരു നന്മയായി നിന്റെ പുറകെ വന്നേനെ. നീ ആടല്ല, ദ്രഹ്മയല്ല, നീ മകനാണ്, മകളാണ്. അപ്പനറിയാം ദ്രഹ്മയെ തിരക്കി പോകണം, ആടിനെ തിരക്കി പോകണം, മകനെ തിരക്കി പോകേണ്ട ആവശ്യമില്ല. മകൻ മടങ്ങി വരുമെന്ന് അപ്പൻ ഉറപ്പാണ്. അവനപ്പം കുറ്റപ്പെടുത്തുന്നു പ്രതീക്ഷിച്ച് ആ വീട്ടിലോട്ട് വരുമ്പോ ദൂരമേന്ന് കണ്ണുകൾ മങ്ങിയ അപ്പൻ ആ മകനെ കണ്ടപ്പോ എന്റെ മകനെ തിരിച്ചറിഞ്ഞ അപ്പൻ വീട്ടിനകത്തോട്ട് പോവല്ല ചെയ്ത്, ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ച് മകനെ എന്ന് വിളിച്ച് ഉമ്മ വെച്ച് വീട്ടിനകത്തോട്ട് വിളിച്ചു കൊണ്ടുവരും. എന്റെ മകൻ തിരിച്ചു വന്നിരിക്കുകയാണ്. അവന് കുറച്ച് ആഹാരം കൊടുക്കാനല്ല പറഞ്ഞത്, നല്ല മേൽത്തലമാരി കാളയൊക്കെ എടുത്ത് അങ്ങ് പാചകം ചെയ്തോ ഒരു വിരുന്ന് കൊടുക്കാം. ഈ നാട്ടിലുള്ളവർക്ക് ഒരു വിരുന്ന് കൊടുക്കാം, ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും ഒരു വിരുന്ന് കൊടുക്കാം. ഓ ഹല്ലേലൂയ. മകനെ, നീ മടങ്ങി വന്നത് ഒരു നേരത്തെ വയറിന് വിശപ്പടക്കാനാ. പക്ഷെ അപ്പം പറയാ, മകനെ ഇല്ല, നിന്റെ വിശപ്പ് മാത്രമല്ല, നീ നിമിത്തം അനേക വിശപ്പ് ഞാൻ അടക്കാൻ പോകുകയാണ്.